കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ദൗർഭാഗ്യകരമെന്ന് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പത്മശ്രീ മോഹൻ സിംഗ് റിപ്പോർട്ടറിനോട്. അവാർഡ് പ്രഖ്യാപനത്തിന് 10 മിനിറ്റ് മുൻപാണ് പരിപാടി മാറ്റിവെക്കണമെന്ന ഇമെയിൽ സന്ദേശം വന്നത്. നിർദ്ദേശത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്നും മോഹൻ സിംഗ് പറഞ്ഞു. റിപ്പോർട്ടറിനോട് കേൾക്കാം. ये फैसला जो हुआ है बहुत ही दुर्भाग्यपूर्ण है, अनफॉर्चुनेट है ये। और साहित्य अकादमी के इतिहास में ये पहली बार ऐसा हुआ है कि मंत्रालय ने डिक्लेरेशन के बाद अवार्ड डिक्लेयर होने के बाद, मीटिंग होने के बाद, लंच के बाद जब हम ये देख रहे थे कि सब पत्रकार लोग आए हैं, अभी प्रेस कॉन्फ्रेंस होगी, 10 मिनट पहले उनका मेल आता है कि नहीं, रोक दीजिए। साहित्य अकादमी के कॉन्स्टिट्यूशन में बात दर्ज है, उसको आप चैलेंज नहीं कर सकते। तो जब उनका फैसला आ गया और एग्जीक्यूटिव बोर्ड में वो सारा डिस्कस हो गया और डिक्लेयर हो गया, प्रेसिडेंट ने डिक्लेयर कर दिया, उसके बाद क्यों रोका गया, ये तो हम भी पूछ रहे हैं, ये क्या है? ആദിൽ പാലോട് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു പരോക്ഷമായിട്ടൊക്കെ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക് പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ നേരിട്ട് പുരസ്കാര സമിതി പുരസ്കാര പ്രഖ്യാപനം നടത്തുന്നത് മാറ്റിവെക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് അതിന് തൊട്ടു മുമ്പൊരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്വയംഭരണാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അക്കാദമിയുടെ സ്വയംഭരണത്തിൽ കേന്ദ്ര സർക്കാർ കടന്നു കയറുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണോ ഇപ്പോൾ നമ്മളോട് മോഹൻ സിംഗിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്? എന്താണ് മോഹൻ സിംഗ് പറയുന്നത്? അരുൺകുമാർ, രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്നാണ് സാഹിത്യകാരന്മാർ പലരും പറയുന്നത്. അതിൻ്റെ ഭാഗമായി വേണം പത്മശ്രീ നേടിയിട്ടുള്ള ഈ മോഹൻകുമാറിൻ്റെ പ്രതികരണം കൂടി കാണാൻ. അക്കാദമിക്കുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധമുണ്ട്. എല്ലാ അവാർഡും നിശ്ചയിച്ചിരിക്കുന്നു. പ്രഖ്യാപനത്തിനായി 3 മണിക്ക് മാധ്യമങ്ങളെല്ലാം നമ്മളടക്കം പ്രഖ്യാപനത്തിനായി വാർത്താ സമ്മേളനത്തിനായി എത്തുമ്പോഴാണ് വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു, പ്രഖ്യാപനം ഇന്നുണ്ടാകുന്നില്ല എന്ന അറിയിപ്പ് അധികൃതർ നൽകുന്നത്. വലിയ കൺഫ്യൂഷനും ദുരൂഹതയും ഒക്കെ ആ സമയത്ത് സംശയങ്ങളായി ഉയർന്നിരുന്നു. പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഒരു പട്ടിക പ്രഖ്യാപിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന വിവരം പ്രതിഷേധ രൂപത്തിൽ തന്നെ ഈ അംഗങ്ങളടക്കം പുറത്തോട്ട് വിട്ടത്. ഏതായാലും വലിയ പ്രതിഷേധം സാഹിത്യകാരന്മാർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് അക്കാദമിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം ഇത് പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാർ ഇടപെടുകയും അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സമാനമായി ഇതുവരെ ഇടപെട്ടിട്ടില്ലാത്ത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിലും കേന്ദ്രം ഇടപെടുന്നു എന്നുള്ളതിൽ കടുത്ത വിമർശനവും പ്രതിഷേധവും ഉയരുകയാണ്. അരുൺ, ഓക്കെ, അതിൽ പാലോടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ആണെങ്കിലും സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമിയൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഒരു സ്വയംഭരണ അവകാശമുണ്ട്. ഭരണകൂടത്തിനനുസരിച്ച് സാഹിത്യ അക്കാദമികൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ സാഹിത്യം എന്നുള്ളത് ഇല്ലാതെയാവും. പിന്നീടുണ്ടാവുന്നത് എന്താണ്? ഈ പുകഴ്ത്തിപ്പാടലും പ്രചരണഗാനങ്ങളും മാത്രമായി തീരുന്ന അവസ്ഥയുണ്ടാവും. പുകഴ്ത്തിപ്പാടുന്ന സ്തുതിപാഠകരുടെ സംഘമല്ല സാഹിത്യ അക്കാദമി ബോർഡുകളിൽ ഇരിക്കുന്നത്. അവിടെയൊക്കെ എഴുത്തുകൊണ്ട് നമ്മളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതു നീക്കവും അത് നമ്മൾ ചെറുക്കേണ്ടതുമാണ്.